വോട്ടർ പട്ടികയിലില്ലെങ്കിൽ റേഷനുമില്ല. SIR എന്നത് വംശീയ പദ്ധതി തന്നെ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വംശീയ പദ്ധതിയാണെന്നതിനുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. SIRന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്ക് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബീഹാർ മുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ തീരുമാനം നടപ്പായാൽ SIRന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്ക് റേഷൻ ആനുകൂല്യങ്ങളും ലഭിക്കില്ല. ഇക്കഴിഞ്ഞ ഏപ്രിൽ 15-നാണ് നിതീഷ് കുമാറിനു പകരം BJP നേതാവ് സമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയായത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുടെ ബാങ്ക് പാസ്ബുക്കുകൾ റദ്ദാക്കാൻ നടപടി സ്വീകരിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാര്യങ്ങൾ അത്രത്തോളം നീളുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബംഗാൾ BJP സർക്കാർ സമാനമായ നടപടികൾ കൈക്കൊണ്ട വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ബീഹാർ സർക്കാരും ഇതേ വഴിയിൽ നീങ്ങിയത്. ബീഹാറിൽ SIR നടപടികൾ ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലാണ് നടന്നത്. അവിടെ 65 ലക്ഷം വോട്ടർമാർക്കാണ് പുറത്തു പോകേണ്ടി വന്നത്. നിലവിൽ 5 ലക്ഷം പേരുകൾ റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ സ്ത്രീകൾക്ക് അന്നപൂർണ ഭണ്ഡാർ സ്കീം പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്കീമിൽ ഉൾപ്പെട്ട വനിതകൾക്ക് 3000 രൂപ നൽകാനാണ് തീരുമാനം. നിലവിൽ അത് 1500 രൂപയാണ്. ജൂൺ 1-ാം തീയതിയോടെ 3000 രൂപയായി അത് വർദ്ധിപ്പിക്കും. SIR നടപടിക്ക് ശേഷമാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. SIR ഏപ്രിൽ 6-ാം തീയതിയിലെ കണക്കനുസരിച്ച് 91 ലക്ഷം വോട്ടർമാർ പുറത്തുപോയി. ഇത് നേരത്തെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരുടെ 11.9% വരും. വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ 34 ലക്ഷം പേർ തങ്ങളുടെ പേരുകൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ 7 ലക്ഷം അപ്പീലുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഉൾപ്പെടുത്തിയതിന് എതിരെയായിരുന്നു. 27 ലക്ഷം അപ്പീലുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാൽ സമർപ്പിക്കപ്പെട്ടവയുമായിരുന്നു. അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ 1607 പേരെ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തി. അപ്പീലിൽ വിധി വരുന്നതുവരെ ക്ഷേമ പദ്ധതികൾ തുടരുമെന്ന് ബംഗാൾ സർക്കാർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടിക പുനഃപരിശോധനാ നടപടിയുടെ ഭാഗമായി വോട്ട് ചെയ്യാൻ അർഹരല്ലെന്ന് കണ്ടെത്തിയതിന്റെ പേരിൽ മാത്രം ആളുകൾ ഇന്ത്യയിൽ പൗരത്വം നഷ്ടപ്പെടുകയില്ലെന്ന് ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചതായിരുന്നു. ആ ഉറപ്പ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ബീഹാർ ബംഗാൾ സർക്കാരുകളുടെ പുതിയ നീക്കം. മരിച്ചവരുടെയും പേര് ഇരട്ടിച്ചവരുടെയും വോട്ട് ചെയ്യാൻ അർഹതയില്ലാത്തവരുടെയും പേരുകൾ കണ്ടെത്തി ഒഴിവാക്കാനായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രഖ്യാപിച്ചത്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രത്യേക തീവ്ര പരിശോധന ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികൾക്കപ്പുറം വ്യാപിച്ചിരിക്കുകയാണ്. 2025-ലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപടി തുടങ്ങിയത്. പുതിയ സാഹചര്യത്തിൽ SIRനെ ഒരു വംശഹത്യയുടെ ഭാഗമായി വേണം മനസ്സിലാക്കാൻ. ക്ഷേമ പദ്ധതികളിൽ നിന്ന് മാത്രമല്ല, പൗരന്റെ മുഴുവൻ സാമ്പത്തികവും അല്ലാത്തതുമായ ഇടപെടലുകളിൽ നിന്നു പോലും അത് പൗരന്മാരെ പുറത്താക്കുന്നു. സർക്കാർ രൂപീകരിക്കേണ്ടവരെ ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്ന രീതിയിലായിരുന്നു മുമ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ. ഇപ്പോൾ നാം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അധികാരത്തിൽ ഇരിക്കുന്നവരാണ് ഇനി വോട്ടർ പട്ടികയിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത്. മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ വംശഹത്യാ പദ്ധതി അവരെ മാത്രമല്ല, മറ്റിതര പ്രാന്തവൽകൃത ജനവിഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കാൻ ഇടയുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു.